ഹൊസങ്കടി റെയിൽവേ ഗേറ്റ് അടച്ചിടൽ മൂലമുണ്ടാകുന്ന ദുരിതം നാൾക്കുനാൾ കൂടി വരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളും വഴിയിൽ കുടുങ്ങുന്നതാണ് പലപ്പോഴും വലിയ വെല്ലുവിളിയായി മാറുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഗേറ്റ് അടക്കുമ്പോൾ ഏറെ നേരം കാത്തുനിൽക്കേണ്ടി വരുന്നതാണ് ഇവിടെ ഇപ്പോഴും യാത്രക്കാരെയും പ്രദേശവാസികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നത്. ദേശീയപാതയുടെ സർവീസ് റോഡിൽ തന്നെ വാഹനങ്ങൾ നിർത്തിയിടേണ്ടി വരുന്നത് കാരണം അടിയന്തര ഘട്ടങ്ങളിൽ പോകേണ്ടുന്ന ആംബുലൻസുകളും പോലീസ് വാഹനങ്ങളുമെല്ലാം വഴിയിൽ കുടുങ്ങുന്നത് പലപ്പോഴും പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നു. അത്യാഹിത ഘട്ടങ്ങളിൽ മംഗലാപുരത്തെ ആശുപത്രികളിലേക്ക് രോഗികളുമായി എത്തേണ്ടി വരുന്ന ആംബുലൻസുകൾക്കും മറ്റു വാഹനങ്ങൾക്കും കടന്നുപോകാൻ കഴിയാത്തതാണ് ആളുകളെ കൂടുതലായും ആശങ്കപ്പെടുത്തുന്നത്. ഇതിന് സമാനമായ പ്രതിസന്ധിയാണ് സംഘർഷങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവിടേക്ക് എത്തേണ്ടി വരുന്ന മഞ്ചേശ്വരം പോലീസിനും നേരിടേണ്ടി വരുന്നത്. ജനങ്ങൾക്ക് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇവിടെ ഗേറ്റ് ഇട്ടാൽ ഇവിടേക്ക് ആംബുലൻസ് പോകാൻ, ഹൈവേയിൽ പോകാൻ പറ്റുന്നില്ല. ഒരുപാട് ക്രൈസുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ വിഷമിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ പറയാൻ നമ്മൾക്ക് ആരോട് പറയണമെന്നില്ല. പക്ഷെ എല്ലാം പറയുന്ന വിവരാവകാശ രേഖയിൽ നമ്മൾ ചോദിച്ചാലും പറയുന്ന ഇത് പാസ്സായിട്ടുണ്ട്, ഏറ്റവും പെട്ടെന്ന് പണി തുടങ്ങുമെന്ന്. ഒക്കെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണെന്ന് പറയുന്നു. പക്ഷേ യാഥാർത്ഥമായിട്ട് ഇതിൻ്റെ പ്രശ്നമൊന്നും നമ്മൾക്ക് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഈ ഒരു ഓവർബ്രിഡ്ജ് റെയിൽവേൻ്റെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി ആരംഭിക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഗേറ്റ് അടച്ചിടൽ മാത്രമല്ല, ട്രാഫിക് ക്രമീകരണം കാര്യക്ഷമമല്ലാത്തതും ഇവിടുത്തെ ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശാശ്വത പരിഹാരം കാണാൻ ഇവിടെ സൗകര്യപ്രദമായൊരു റെയിൽവേ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിക്കണമെന്നതാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. ഇവിടെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും പറ്റുന്നില്ല. അത്യാവശ്യമായി അകത്തുള്ളത് എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുള്ളത് എല്ലാം അകത്താണ്. ഹോസ്പിറ്റല്, ട്രഷറർ, വില്ലേജ് ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസ്, മറ്റുള്ള എല്ലാ ഓഫീസുകളും ഉള്ളത് നമ്മളെ ബംഗർ മഞ്ചേശ്വരത്താണ്. ഈ മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലം നമ്മൾ 1995 ഇത് പാസ്സായിന്ന് പറയുന്നു. പക്ഷേ കേരള ഗവൺമെൻറ്റിലേക്ക് പണം ഒതുക്കി വെച്ചിനെന്ന് പറയുന്നു. പക്ഷെ ഇന്ന് വരെ ഇത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ആത്മാർത്ഥമായ ഇടപെടൽ ആവശ്യമുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.